ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിന് ശേഷം ഞങ്ങൾ തയ്യാറാക്കിയ ഡ്രീം കേക്ക് ഞങ്ങളൊരു വലിയ പാത്രത്തിൽ തന്നെ കേട്ടോ തയ്യാറാക്കിയത്. അപ്പോൾ ഇത് ആദ്യം തന്നെ കോരിയെടുത്തപ്പോൾ ഫ്ലോപ്പ് ആയിപ്പോയി. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചോക്ലേറ്റും ജലാറ്റിനും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഡ്രീം കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പഞ്ച് കേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്പഞ്ച് ആയിട്ടുള്ള കേക്കാണ്. ഈ വലിയൊരു ബൗളിൽ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, നല്ല സെറ്റ് ആക്കി കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ആയിട്ട് കൊക്കോ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറാണ് ഈ കൊക്കോ പൗഡർ.